ആ സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടാണ്, എന്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടാണ്, നീ ഇങ്ങനെ പാട്ടിട്ട് വെറുപ്പിക്കില്ലേ. ഇപ്പൊ സ്റ്റേജില് ഭയങ്കര റോക്ക് സ്റ്റാർ വൈകാശാണ്. അത്ര സങ്കടം വരുന്ന പാട്ടുകളൊക്കെ കൂടുതലും പാടി. അതിന് അത്ര സങ്കടം വരുന്ന പാട്ട് പാടുന്നത് എന്തോ എനിക്ക് എല്ലാവരെയും സങ്കടപ്പെടുത്താൻ ഇഷ്ടം. എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രണയപ്പാട്ട് പാടാനും വിരഹഗാനം പാടാനുമാണ്. അല്ലാണ്ട് വൈകാശിന് അടിപൊളി പാടാനല്ല ഇഷ്ടം. നീലാ നീലാ മിഴിയേ നീലാ നീലാ മൊഴിയേ ഒളിയമ്പിളിയരുതേ ഇനി എൻ്റെ ജന്മസഖി. പിന്നെ ഈ വരവീണയിലോട്ട് വരാം. വൈകാശ് വരവീണ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് സർനെയിം കണ്ടപ്പോ ഞാൻ വരവീണ, അപ്പൊ പെട്ടെന്ന് എനിക്ക് ആ മറ്റേ വരവീണ അപ്പൊ അത് മറ്റേ ഒരു ട്യൂട്ടറും കൂടെയാണല്ലേ? മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. അത് ആക്ച്വലി എന്റെ വീട്ടുപേരാണ് വരവീണ എന്ന് പറയുന്നത്. ആ വീട്ടുപേരാണ്. ഓക്കെ, എന്റെ വീട്ടുപേരാണ്. അപ്പം അങ്ങനെ ഇതെങ്ങനെ ഓൺലൈൻ പഠിപ്പിക്കുന്നതാണോ? ഞാനിപ്പോ ഓൺലൈൻ ആയിട്ട് എടുക്കുന്നത്. ഒരു 50ഓളം സ്റ്റുഡൻസ് ഫുൾ ഓൺലൈൻ, ഫുൾ എല്ലാം വേൾഡ് വൈഡ് അല്ലേ? അതെ, എല്ലാം പുറത്തുള്ള സ്റ്റുഡൻസാ കൂടുതലുള്ളൂ. നാട്ടിലുള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ, ഒക്കെ പുറത്താ. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ പുറത്തുള്ള ആൾക്കാരെ കുറച്ചുകൂടെ സമയം ഭയങ്കര സുഖം. കാരണം നമുക്ക് അവിടെ ഇവിടത്തെ നമുക്ക് രാത്രി രാവിലെ ഒക്കെ ക്ലാസ് എടുക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പൊ സൗത്ത് ആഫ്രിക്ക, മാൽദീവ്സ് ഉണ്ട്, സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ ഖത്തർ, UAE, ബഹ്റൈൻ ഉണ്ട്. ഇല്ല, എനിക്ക് ആക്ച്വലി ടൈമിന്റെ പ്രശ്നം വരുന്നില്ല. കാരണം ഇപ്പം എനിക്ക് ഞാൻ എന്തെങ്കിലും തിരക്കൊക്കെ ആയി കഴിഞ്ഞാൽ ആ ദിവസത്തെ ക്ലാസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് നേരെ അവർക്ക് ആ കറക്റ്റ് സമയത്ത് ഇന്ന ദിവസങ്ങൾക്ക് അവൈലബിലിറ്റീസ് പറഞ്ഞാൽ അപ്പൊ തന്നെ അയച്ചു കൊടുക്കും. അല്ലാണ്ട് ഞാൻ ക്ലാസ് എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സമയമായിരിക്കുമല്ലോ അവിടുത്തെ ടൈം. അല്ല. അപ്പൊ ഇപ്പം US ഉള്ള ആൾക്കാർ, ഇപ്പം കാനഡയിലുള്ള ആൾക്കാർക്ക് നമ്മളെ രാവിലെ ഒരു 6:30 അല്ലെങ്കിൽ 6 മണിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഒരു 5:30 നമുക്ക് എണീക്കണം. എന്നിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് രാവിലെ എടുക്കും. ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മളെ ലേറ്റ് നൈറ്റ്, അതായത് ഒരു 11:30 ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ നോർമലി ക്ലാസ് എടുക്കുക. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് ആണെങ്കിൽ എൻ്റെ ഇവിടുത്തെ ഒരു 2:30 ആ സമയത്താണ് എടുക്കാറ്. പിന്നെ അങ്ങനെ അയർലൻഡാണെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെ എന്തോ സമയത്താണ് ഞാൻ ഇവിടെ എടുക്കാറ്. ഇതിനൊക്കെ സമയം സത്യം പറഞ്ഞെങ്കിൽ ഇല്ല, എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാം കറക്റ്റ് ഒന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ഇപ്പൊ മന്ത്ലി എനിക്ക് ഒരു ഷോസ് നോക്കുകയാണെങ്കിൽ തന്നെ 10-12 ഷോസ് എന്തായാലും ചെയ്യും. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഇതും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് നല്ല ടാസ്ക് ആശിരിക്കും പറയാനൊക്കെ. അപ്പൊ ക്ലാസ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് പോകും, സ്ട്രെയിൻ. ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പാടുന്നതിനെക്കാട്ടും കൂടുതൽ സ്ട്രെയിനാ. കാരണം നമ്മൾ പാടി തന്നെ കുറെ പ്രാവശ്യം പാടി കൊടുക്കേണ്ടി വരും. അപ്പൊ അത് അവർക്ക് മനസ്സിലായില്ല, വീണ്ടും വീണ്ടും പാടേണ്ടി വരും. ഇപ്പൊ ചെറിയ ആൾക്കാരാണെങ്കിൽ വേറെ ശ്രുതിയായിരിക്കും, വലിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഭയങ്കര പിച്ച് കൂടുതലായിരിക്കും. അത്ര ചെറിയ കുട്ടികൾ മുതലൊക്കെ ഉണ്ട്. 4 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്. 4 വയസ്സുള്ള 5 സ്റ്റുഡൻസ് ഉണ്ട് ഓൺലൈനില്. അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമില് മൈ സ്റ്റുഡൻസ് പറഞ്ഞിട്ട് ഒരു സാധനം ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പൊ അത്രയും ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവരിക്കും, അവരെന്ന് വെച്ചാൽ അവരിക്കും, അവരെ കൂടെ പേരൻസും ഉണ്ടാവും. അവരടുത്ത് ഞാൻ പറയും നിങ്ങളും കൂടെ ഇരിക്കണം. അപ്പൊ അവർക്ക് സ്വരങ്ങൾ മാത്രമാണോ അതോ അവർ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ? ആക്ച്വലി ഇപ്പൊ ചെറിയ മക്കളൊക്കെ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. അവര് സിനിമ പാട്ടൊക്കെ അസലായിട്ട് പാടും. ആക്ച്വലി എനിക്ക് വെസ്റ്റേൺ പാടാൻ അറിയില്ല. അപ്പം എനിക്ക് നന്നായിട്ട് അവിടുത്തെ കുട്ടികൾ വെസ്റ്റേൺ ഒക്കെ പാടി തരും. ഞാൻ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാനിപ്പോ വെസ്റ്റേൺ പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ ക്ലാസിക്കൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ വെസ്റ്റേൺ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അത് ചെറിയ മക്കളൊക്കെ നന്നാ അസലായിട്ട് അസാധ്യമായിട്ട് പാടുന്നുണ്ട്. പാട്ടിലാണ്ട് എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും? ഞാൻ ആക്ച്വലി കുറച്ചു കാലം വോക്കൽ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് വോക്കലിനൊക്കെ സ്ട്രെയിൻ ഒക്കെ വരുമ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ടെക്നിക്സ്, അതായത് വോക്കൽ ടെക്നിക്സ് കുറെ അറിഞ്ഞിരിക്കാനുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ നല്ല പേഷ്യൻസും വേണം, നല്ലോണം നല്ല രീതിക്ക് വേണം. സ്റ്റേജിൽ റോക്ക് സ്റ്റാർ പെർഫോമർ ആയിട്ട് പിന്നെ ഇങ്ങനെ പേഷ്യൻസോട് കൂടി വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതെ വേറെ ഒരു മനുഷ്യൻ തന്നെ. അത് കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്നില്ലേ, ഭയങ്കര ടാലന്റ് ആണ് സത്യം പറഞ്ഞത്. പിന്നെ നമുക്ക് പ്ലേ ബാക്കിങ്ങിലേക്ക് വരാം. ആ ഒരു ചാൻസ് എങ്ങനെ വന്നു? ആക്ച്വലി പിന്നെ ഈ അടുത്തായിരുന്നു ഡ്യൂഡ് എന്ന് പറഞ്ഞ ഫിലിമിലായിരുന്നു ആദ്യത്തെ പാട്ട്. ഇപ്പം വേറെ പാടിയിട്ടുണ്ട്, പക്ഷെ
അതാണ് നമ്മളെ ഫസ്റ്റ് റിലീസ് ചെയ്യുന്ന പാട്ട് ആക്ച്വലി ഡ്യൂഡിലെ പാട്ടാണ്. അപ്പം അത് സായിൻ്റെ ഒരു പ്രോഗ്രാമർ ഉണ്ട് ജിഷ്ണു എന്ന് പറഞ്ഞത്. ജിഷ്ണു ചേട്ടൻ വഴിയാണ് എന്നെ കണക്ട് ചെയ്തത്. ഇങ്ങനെ ഞാൻ ആക്ച്വലി അതിൻ്റെ തമിഴ് വേർഷൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പം അത് മൈസൂർ അവിടെ പോയിട്ട് സൂര്യകാന്തിൻ്റെ ഇടയിലൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് നേഗ എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരുന്നു, ചിരിച്ചു ചാവായിരുന്നു. അപ്പം അങ്ങനത്തെ ഷൂട്ടായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ അഭിനയിക്കാനൊന്നും അറിയില്ല. എൻ്റെ ക്യാമറ ചെയ്യുന്ന അരുൺ, എൻ്റെ മാനേജറാണ് അരുൺ. പുള്ളി ഈ ക്യാമറയും കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അവനാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഇവൻ കുറേ മാസമായിട്ട് കുറേ സാധനങ്ങൾ വേണം, നീ അതാ ഓടണം, സൂര്യകാന്തിൻ്റെ കൂടി ഇങ്ങനെ ഇവളെ കൈ പിടിച്ച് ഓടണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കാണൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഈ റീലിട്ട് ഈ ട്രാക്ക് ഭയങ്കര നല്ല ഹിറ്റായി. അതായത് ഒരുവിധം എല്ലാവരും ആ തമിഴ് വേർഷൻ ഓൾറെഡി അത് ഭയങ്കര ഹിറ്റായിരുന്നു തമിഴ് വേർഷൻ. അപ്പൊ ഞാൻ കവർ ചെയ്തപ്പോൾ അതും ഹിറ്റായി. ഞാൻ സ്പോട്ടിഫൈയിലും അതിന്റെ ഒരു ഓഡിയോ ഇറക്കി. അപ്പൊ അതും ഭയങ്കര വൈറലായി. അപ്പൊ നല്ല സ്ട്രീംസ് ഉണ്ടായിരുന്നു. എനിക്ക് 1 lakh സംതിങ് സ്ട്രീംസും സ്പോട്ടിഫൈയിലും വന്നു. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ ജിഷ്ണു ചേട്ടൻ ഇങ്ങനെ പറയുന്നതാ, ഇങ്ങനെ ഉറുമ്പിളട്ടിന്റെ ഒരു മലയാളം വേർഷൻ പ്ലാൻ ഉണ്ട്, അപ്പോൾ നിനക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പാടി. അങ്ങനെയാണ് അത് പാടുന്നത് പാട്ട്. ആക്ച്വലി അത് ദീപക് എന്ന് പറയുന്നൊരു പുള്ളിയാണ്, ഗിരീഷ് പുത്തഞ്ചേരിയിലെ പുള്ളിയുടെ മരുമാനാണ് പാട്ട് എഴുതിയത്. അപ്പൊ അങ്ങനെ ആ പാട്ട് പാടി. ഞാനും ശ്രുതിയാണ് അതിന്റെ ഡുവറ്റ് വേർഷൻ പാടിയത്. ഓക്കെ, ഗിറ്റാർ എടുക്കാം അല്ലേ? உன்னத்தான பார்த்துக்க நான் இங்க காத்திருக்கேன், நெஞ்சு ஏங்கிருக்க. உன்னை பார்க்க வானத்தை தாண்டியும் வந்து காதலன் காமிப்பேனா. என் மூச்சவ பேச்சவ பேர் சொல்லும் அழக, எனக்குள்ள கலக்குற ஆக்சிஜன் அளவ. யாரவ 100க்கு 100 அவதா என்னவளா. உரலையவ கலையவ அழகிய நிலவ, நிழலிலும் ஜொலிக்கிற நிரந்தர ஒளியவ. சரியவ தவறவ சிரிக்கிற சிரிப்புக்கு அவன்தா காரணமா. സൂപ്പർ. നല്ല ഭയങ്കര വൈറലായിട്ടുള്ള ആക്ച്വലി ഇപ്പൊ കോളേജിലൊക്കെ എല്ലാവരും ചോദിക്കും. അതെ 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 അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് റീൽസും ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ സിംഗേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു പിന്നെ ഉറപ്പായിട്ടും കാര്യമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പം അല്ലാണ്ട് ഞാനിപ്പോ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പണ്ടൊക്കെ റിയാലിറ്റി ഷോ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ആക്ച്വലി ആർക്കും ചെയ്യാൻ പറ്റും. കാരണം ഒരു എന്താ പറയാ, നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളിപ്പോ ഒരു സാധനം ഇപ്പൊ പാട്ട് പാടാണെങ്കിൽ അല്ലെങ്കിൽ ഡാൻസ് എന്തായിക്കോട്ടെ, അത് നമ്മളൊരു ദിവസം എന്ത് ടാലന്റ് ആയിക്കോട്ടെ, അത് നമ്മൾ ദിവസവും അത് ഇപ്പൊ നമ്മളൊരു ലക്ഷ്യം ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് ക്ലിക്ക് ആവും 100% കാരണം എനിക്ക് അത് എന്റെ അനുഭവം അങ്ങനെയാണ്. അപ്പൊ അത് എനിക്ക് പറ്റിയാലും എന്തായാലും എല്ലാവർക്കും പറ്റും. കാരണം ഞാൻ നല്ലൊരു മടിയനായിരുന്നു. ആ മടിയാൻ മാറ്റി ഇത് മ്യൂസിക്കിലേക്ക് കംപ്ലീറ്റ്ലി ഇറങ്ങിയിട്ടാണ് ഞാനിന്ന് അങ്ങനെ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അതെ. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? മൈൻഡ് ചെയ്യാറില്ല. നെഗറ്റീവ്സ് ഇഷ്ടം പോലെ വരാറുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഒരു രസത്തിന് വേണ്ടിയൊക്കെ റിപ്ലൈ ഒക്കെ കൊടുക്കും. താങ്ക് യു മച്ചാന്നൊക്കെ പറഞ്ഞേ. അപ്പൊ അതിനുണ്ടാവും കൊറേ ലൈക്ക്, 1000-1500 ലൈക്ക്. അപ്പൊ അത് മേലെ നിൽക്കും ഹൈലൈറ്റ് ചെയ്തിട്ട്. അത് വരണത് ഫേക്ക് അക്കൗണ്ട്. ഫേക്ക് ഉറപ്പായിട്ടും ഫേക്ക് അക്കൗണ്ട് ഒന്നും വരുന്നില്ല. പക്ഷെ നമ്മളിപ്പോ ആക്ച്വലി നെഗറ്റീവ് പ്രൊമോഷൻ ഒരു നല്ല മാർക്കറ്റിംഗ് ആണ്, ഞാൻ മനസ്സിലാക്കിയതാ. അപ്പൊ ഇതിന് കുറെ ലൈക്ക് വരും, ഇത് മേലെ കിടക്കും. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, ഓ നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും റിപ്ലൈ ഇങ്ങനെ നോക്കി കൊടുക്കും, നമുക്ക് നല്ല റീച്ച് കൊടുത്ത് കിട്ടുന്നത്. ഞാനത് കുഴപ്പമില്ല. അത് ശരിക്കും എഴുതുന്നവർക്ക് അറിയില്ല നമ്മള് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളൊരു. ഞാനത് മൈൻഡ് ചെയ്യാറില്ല സത്യം പറയാണെങ്കിൽ. നെഗറ്റീവ്സ് വരാറുണ്ട്, ഇപ്പൊ പലതും വരാണ്. ഞാൻ നമ്മൾ ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി എടുക്കാൻ ഇടയ്ക്ക് താങ്ക് യു ഒക്കെ പറയും. താങ്ക് യു ബ്രോ, താങ്ക് യു മച്ചാന്നൊക്കെ പറഞ്ഞു. ഈ മോർ ദാൻ 1500 സ്റ്റേജസ് കവർ ചെയ്തിട്ടുണ്ടല്ലേ? ചെറുപ്പം മുതലേ സ്റ്റേജിൽ ആക്ച്വലി പാടുന്ന പണ്ട് മുതലേ ഞാൻ. അത് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ സ്റ്റേജ് ആണോ അതോ സ്റ്റുഡിയോ ആണോ? എനിക്ക് ആക്ച്വലി ഇഷ്ടം ഇപ്പൊ പാടാൻ ആക്ച്വലി ഇഷ്ടം എനിക്ക് സ്റ്റുഡിയോ.
സ്റ്റുഡിയോ ആണ്. അതായത് ഇപ്പോൾ മെലഡീസ് ഒക്കെ പാടാൻ ഭയങ്കര ഞാൻ കറക്റ്റ് സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞാൽ വേറൊരു മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യും. എനിക്ക് കറക്റ്റ് അത് ഇങ്ങനെ ആ ഒരു ഫീല് കിട്ടും കറക്റ്റ് സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ. പക്ഷെ സ്റ്റേജിലെത്തിയാൽ നമ്മളൊരു വേറെ വൈബല്ലേ, കാരണം നമ്മൾ മെലഡീസ് അല്ലല്ലോ കൂടുതൽ, വേറെ അടിച്ചുപൊളി മൂടല്ലേ, ഓപ്പൺ ആയിട്ട് നമ്മൾ അത്രയും ചെയ്ത് പാടണം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ സ്റ്റുഡിയോയിലിരുന്ന് പാടുന്നതാണ് ഇഷ്ടം. ഓക്കെ, നമുക്കിനി കുറച്ച് റാപ്പിഡ് ഫയറിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാം. എന്തായാലും ഗിത്താർ പിടിച്ച് നിൽക്കാൻ കുറച്ച് പാടിപ്പിച്ചിട്ടുണ്ട്. അതെന്തായാലും വന്നല്ല കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് പോകാം. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ട് ലവ് സോങ് ആണോ അതോ മാസ് ആയിട്ടുള്ള പാട്ടുകളാണോ? ഉറപ്പായിട്ടും ലവ് സോങ് ആണ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു 2 ലൈൻ പാടാം ലവ് സോങ്ങിന്റെ. അപ്പൊ ഇതെല്ലാം പ്രണയിക്കുന്നവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രണയപ്പാട്ട് പാടാനും വിരഹഗാനം പാടാനുമാണ്. അല്ലാണ്ട് വൈകാശിന് അടിപൊളി പാടാനല്ല ഇഷ്ടം. ഓക്കെ, പാടാം അല്ലേ? കൂടെ നീല്ലെങ്കിൽ ഇനി ഞാനില്ലല്ലോ, ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, കരളിൽ തഴുകും പ്രണയക്കനവായി ദേവി. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, കരളിൽ തഴുകും പ്രണയക്കനവായി. ഓക്കെ, ഇനിയിപ്പോ കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ആ പാട്ടുകൾ തന്നെയായിരിക്കും. അതെ, റിക്വസ്റ്റ് വരട്ടെ. അതെ. പിന്നെ ഇൻഫ്ലുവൻസർ ലൈഫ് ഓർ സിംഗർ ലൈഫാണ്, ഏതാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? സിംഗർ ലൈഫ്. ഓക്കെ, ഒരു ഫാൻ പ്രപ്പോസ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യോ അതോ റിജക്ട് ചെയ്യോ? നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ എത്ര എണ്ണം വരുമല്ലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്സെപ്റ്റ് അങ്ങനെയല്ല, പ്രതീക്ഷയിലാണ്. ഓക്കെ, ലവ് ഫെയിലിയർ സോങ് പാടാനാണോ അതോ ഹാപ്പി സോങ് പാടാനാണോ കൂടുതൽ ഈസി? ഐ മീൻ വിരഹം പാടാനാണോ? പാടാൻ കുറച്ച് ടഫ് വിരഹം തന്നെയാണ്. പാടാൻ ടഫ് വിരഹം, കാരണം ഫീല് ഉൾക്കൊള്ളിക്കണ്ടേ, അപ്പം കുറച്ച് നല്ല ടഫാണ്. ഈ സ്റ്റേജിലൊക്കെ പാടുമ്പോഴേ ഈ ഫാൻസ് ഇങ്ങനെ ഒച്ചപ്പാടും ബേളൊക്കെ ഉണ്ടപ്പോൾ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അതാണ് ഇഷ്ടം. ഭയങ്കര ഇഷ്ടമല്ലേ, നമ്മുടെ എനർജി അതാണ്. ഞാൻ ഇന്നിയറൊക്കെ വെക്കുമ്പോൾ ഞാനിങ്ങനെ ഓരും ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ എന്റെ പരിപാടി ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഞാൻ അപ്പൊ തന്നെ ഊരിട്ട് ആ മക്കളെ സത്യം അത് കേൾക്കുമ്പോൾ നമുക്ക് അത് നമ്മളിത് ഫുൾ ഇന്നിയർസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കേൾക്കില്ല, ഓഡിയൻസിന്റെ ഇത് കുറച്ചേ കേൾക്കുള്ളൂ. പക്ഷെ ഇത് ഊരി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അത് കേൾക്കും. അപ്പൊ എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെയാണോ എനിക്കറിയാം. ഒരു പെർഫോമർ തന്നെയുള്ള എല്ലാവർക്കും അത് ഇഷ്ടമാണ്. നമുക്കത് അത് വേണം. നമുക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ ഒരു പവർ കിട്ടണമെങ്കിൽ. ബാൻഡ് പെർഫോമൻസ് ആണോ അല്ലെങ്കിൽ സോളോ പെർഫോമൻസ് ആണോ ഇഷ്ടം? ബാൻഡ് സോളോ പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് അധികം സോളോ സോളോസ് ആണ്. പക്ഷെ ബാൻഡാണ് കുറച്ചുകൂടെ. ബാൻഡ് നല്ല വൈബ്, എല്ലാവരും ആ ഒരു രസത്തിൽ ചെയ്യാൻ പറ്റും. ഈ റെക്കോർഡിങ്സ് ഒക്കെ നൈറ്റിലാണോ മോർണിംഗ്സിലാണോ? ഉറപ്പായിട്ടും രാവിലെ ചെയ്യാൻ പറ്റില്ല. രാവിലെ അത് ഒരുവിധം എല്ലാ സിംഗേഴ്സും ഞങ്ങൾ തന്നെയാണ്. നമുക്ക് മോർണിംഗിൽ ഭയങ്കര ത്രോട്ട് ഭയങ്കര അടഞ്ഞിട്ടാവും. ഇപ്പൊ നമുക്ക് നല്ല ഹൈ റേഞ്ച് ഒന്നും എല്ലാവരും കേസല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഒരു 90% ആൾക്കാരും കംഫർട്ടബിൾ നൈറ്റ് തന്നെയായിരിക്കും ഉറപ്പായിട്ടും. നൈറ്റ് നല്ല ഈവനിങ് എപ്പോഴായിരുന്നു, പക്ഷെ രാവിലെ എന്തായാലും അല്ല. ഇപ്പൊ വൈകാശിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? സിംഗർ, ഇൻഫ്ലുവൻസർ, റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ, എനിക്ക് സിംഗറായിട്ട് അറിയപ്പെടാനാണ് കൂടുതലും ഇഷ്ടം. ഓക്കെ, ഫോണിൽ കൂടുതൽ സോങ്സ് ആണോ സെൽഫീസ് ആണോ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്? പാട്ടുകളാണ്. അതെന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ അത് തന്നെയുള്ളത്. അതെ. ഈ ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം അറ്റൻഷൻ കൂടിയോ അതോ? അറ്റൻഷൻ കൂടി. പിന്നെ എങ്ങനെ ഇപ്പൊ ഗേൾസിന്റെ അറ്റൻഷൻ ആണോ കൂടിയത് അതോ? അങ്ങനെ അല്ല, ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ പ്രൊഫൈൽ കാണിച്ചു തരുന്ന പ്രകാരം അതിൽ ഗേൾസ് ആ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. കാരണം നമുക്ക് അതിൽ കാണിക്കുമല്ലോ. പക്ഷെ എന്നാലല്ല, ഗേൾസ് തന്നെയാണ് കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് തോന്നുന്നത്. ഈ ഫാൻസിന്റെ DM-ൽ സ്വീറ്റ് ആയിട്ടുള്ള ഒരു കമന്റ് ഏതായിരിക്കും? സ്വീറ്റ് മെസ്സേജസ് ആണോ കൂടുതലുള്ളത് അതോ ലൈക്ക് പ്രപ്പോസൽസ് ടൈപ്പുള്ള മെസ്സേജസ് ആണോ കൂടുതൽ വരാറ്? പ്രപ്പോസൽസ് ഒക്കെ വളരെ കുറവാണ്. കുട്ടികൾക്കൊക്കെ കാരണം ആൾക്കാരെ വിചാരം തന്നെ ഞാൻ കമ്മിറ്റഡ് ആണ്. അതുകൊണ്ട് വിവരം വെച്ചതല്ല, എല്ലാരും ഞാൻ കമ്മിറ്റഡ് ആണ്. അവിടെ എനിക്ക് പ്രപ്പോസൽസ് വരില്ല. അങ്ങനെ തോന്നാൻ കാരണം എനിക്കറിയില്ല. ശരിക്കും കമ്മിറ്റഡ് ആണോ? ശരിക്കും കമ്മിറ്റഡ് അല്ല, സത്യമായിട്ട് കമ്മിറ്റഡ് അല്ല. ഒന്ന് വിശ്വസിക്കണം. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് അങ്ങനെ മെസ്സേജ് അങ്ങനത്തെ വരാറില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ പാട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ കുറെ നല്ല നല്ല ഇഷ്ടം പോലെ കമന്റ്സ് അത് പേഴ്സണലായിട്ട് വരാറുണ്ട്. അല്ലാണ്ട് കമന്റ് സെക്ഷൻ തന്നെ ഒരുപാട് വരാറുണ്ട്. ഈ സ്റ്റേജിൽ പാടുമ്പോഴേ ഫസ്റ്റ് നോക്കുന്നത് ഓഡിയൻസിനാണോ അതോ ക്യാമറ
അതിലേക്കാണോ? ഓഡിയൻസ് ഓഫ് കോഴ്സ് ഓഡിയൻസ്. എനിക്ക് ക്യാമറ ഒന്നും ഞാൻ ക്യാമറമാനൊന്നും ഞാൻ കാണാറില്ല സ്റ്റേജിൽ കയറിയാൽ. ആ ഒരു വൈബ് എത്രത്തോളം ഓഡിയൻസിന് ഉറപ്പായിട്ടും. ഒരു സോങ് എപ്പോഴും സ്റ്റേജിൽ പാടുന്നത്, ഏത് സ്റ്റേജിൽ പോയാലും ഈ ഒരു സോങ് മാൻഡറ്ററി ആണ്. പറയാതെ അറിയാതെ അത് എപ്പോഴും പാടുന്ന പാട്ട്. അത് പാടാൻ ഞാൻ ഒരു വേദിയിൽ നിന്ന് ഇറങ്ങില്ല. എന്നാൽ പിന്നെ നമുക്കത് ഇവിടെ പാടിക്കൂടെ? തീർച്ചയായിട്ടും പാടാം. ഇവിടെയും വന്ന് പാടാൻ ഇറങ്ങരുത്. ഇവിടെ ഞാനത് പ്ലാൻ ചെയ്തിട്ടാ വന്നത്. ഇവിടെ പാടിയിട്ടേ ഇറങ്ങുള്ളൂ. എന്റെ ആക്ച്വലി എന്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ പറയാം, അവനിപ്പൊ തുടങ്ങിയോ കാറും കോളും. എനിക്ക് ആക്ച്വലി അനുപല്ലവി അതായത് നമ്മളെ ഫ്രണ്ട്സായിട്ട് നമ്മൾ പോകുമ്പോ ഇപ്പൊ ഞാനിങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോ സൈഡിലൊക്കെ ഉണ്ടാവല്ലോ നമുക്ക് കൂടെ കൂട്ടുകാർ. അപ്പം തുടങ്ങും അവൻ കാറും കോളും. ഓക്കെ പാടാം. കാറും കോളും മായുമെങ്ങോ കാണാ തീരങ്ങൾ കാണുമോ, വേനൽ പൂവേ നിന്റെ നെഞ്ചിൽ വേളിപ്പൂക്കാലം പാടുമോ, നീയില്ല എങ്കിലും ജന്മനിന്നെന്തിന എൻ ജീവനെ ചൊല്ലു, അന്നു നാം തങ്ങളിൽ തിരിയും നാവ്, ഇന്നും ഓർക്കുന്നു ഞാൻ, വീണ്ടും ഓർക്കുന്നു ഞാൻ, അന്നു നാം തങ്ങളിൽ പിരിയും നാവ്, പറയാതെ അറിയാതെ പോയതല്ലേ, ഒരു വാക്കുമിണ്ടായതല്ലേ, ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. നിർത്തി. പക്ഷെ ഉണ്ടല്ലോ അത് ഭയങ്കര നല്ല സോങ്, എത്ര കേട്ടാലും മതിയാകൂല അല്ലെ. അതാണ് നമുക്ക് എവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇപ്പൊ സത്യം പറഞ്ഞെങ്കിൽ ഇത് ഇപ്പൊ കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഇപ്പൊ ഞാൻ കുറെ വൈകാശിന്റെ പാട്ട് കേട്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഇപ്പൊ കേൾക്കുമ്പോൾ അതിനൊരു റിഫ്രഷിംഗ് മൂഡാണ്. ഇഷ്ടമുള്ളൊരു പാട്ടാണ് സത്യം. പിന്നെ ഒരു വട്ടം തേപ്പൊക്കെ കിട്ടിയ ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി ഇഷ്ടമായിരിക്കും. അതെ അതെ അതെ, കുറച്ച് നല്ലോണം ഇഷ്ടപ്പെടുവരൊക്കെ. ഒരു വട്ടം തേപ്പൊക്കെ കിട്ടിയ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഭയങ്കര ഇഷ്ടമായിരിക്കും. 2 തവണ കുറച്ചും കൂടെ നല്ലോണം ഇഷ്ടമുണ്ടാവും. എത്രത്തോളം തേപ്പ് കിട്ടും അതിനനുസരിച്ച് പാട്ടിനോടുള്ള ഇഷ്ടം കൂടും. അതുപോലെ തന്നെ ഈ അഴലിന്റെ ആഴങ്ങളിൽ അതുപോലെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ പാട്ടിനൊക്കെ കുറച്ച് നമുക്ക് ഇങ്ങനെ കേൾക്കുന്നതിനനുസരിച്ച് ഇഷ്ടം കൂടുന്ന പാട്ടുകളൊക്കെ. കറക്റ്റാണ്.